നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് നേരെ നടപടികൾ കടുപ്പിക്കുകയാണ് കുവൈറ്റ് ഭരണകൂടം. രാജ്യത്ത് നിയമലംഘകരെ കണ്ടെത്താനുള്ള കർശന പരിശോധനയിൽ നിരവധി പ്രവാസികളാണ് പിടിയിലായത്. സുരക്ഷാ പരിശോധനയിൽ പിടികൂടുന്നവരെ നാട് കടത്താനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. താമസ നിയമങ്ങൾ ലംഘിച്ചതിന് പിടികൂടുന്ന പ്രവാസികളെ ഉപയോഗിക്കാത്ത 2 സ്കൂളുകളിൽ പാർപ്പിക്കാൻ തീരുമാനിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തുടർ നടപടികൾ പൂർത്തിയാക്കി നാട് കടത്തുന്നതുവരെയാണ് ഇത്തരത്തിൽ ഇവരെ പാർപ്പിക്കുക. ജലീബ് അൽ ഷുയൂഖിലെയും ഖൈത്താനിലെയും ഉപയോഗിക്കാത്ത 2 സ്കൂളുകൾ ഇതിനായി ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പോലീസ് സെല്ലുകളുടെയും നാടുകടത്തൽ കേന്ദ്രങ്ങളുടെയും ഭാരം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടാണ് സ്കൂളുകളെ ഇത്തരം കേന്ദ്രമാക്കി മാറ്റുന്നത്. ഇതിനായി സ്കൂളുകളിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കും. സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രാലയം ഉടൻ ആഭ്യന്തര മന്ത്രാലയത്തിന് ഇത് കൈമാറും. അതിനിടെ ജലീബ് അൽ ഷുയൂഖ്, ഖൈത്താൻ, ഫർവാനിയ, മഖ്ബൂല, അംഖാര തുടങ്ങിയ പ്രദേശങ്ങളിൽ സുരക്ഷാ പെട്രോളിംഗ് വർദ്ധിപ്പിക്കുമെന്നാണ് സൂചനകൾ. കുവൈത്തിൽ ഏകദേശം 1 ലക്ഷത്തിലേറെ അനധികൃത താമസക്കാർ ഉണ്ടെന്നാണ് കണക്കുകൾ. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ ഇത് സംബന്ധമായ സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കാൻ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമലംഘകരെ സഹായിക്കുന്ന പ്രവാസികളെയും നാടുകടത്തും. നിയമലംഘനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന സ്ഥാപനങ്ങളും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം കുവൈത്തിൽ നിന്നും നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് വിവിധ സർക്കാർ മന്ത്രാലയങ്ങൾ. രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതിന് മുൻപായി പ്രവാസികളും ഗൾഫ് പൗരന്മാരും ടെലിഫോൺ ബിൽ കുടിശ്ശിക ഉണ്ടെങ്കിൽ അതും അടച്ചു തീർക്കണമെന്ന് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചു. നേരത്തെ ആഭ്യന്തര മന്ത്രാലയവും വൈദ്യുതി ജല മന്ത്രാലയവും സമാനമായ രീതിയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതോടെ കുടിശ്ശിക ബാക്കിയുള്ള പ്രവാസികൾ അത് അടച്ചു തീർക്കാതെ രാജ്യം വിടാനാകില്ല. ഗതാഗത നിയമലംഘനങ്ങൾക്ക് ചുമത്തിയ പിഴകൾക്ക് പുറമെ ഇനി രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികൾ രാജ്യം വിടുന്നതിന് മുൻപ് വൈദ്യുതി ജല ഉപഭോഗ ബില്ല് കൂടി അടച്ചെന്ന് ഉറപ്പാക്കണമെന്ന് വൈദ്യുതി ജലം മന്ത്രാലയം അറിയിച്ചത്. സെപ്റ്റംബർ 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും. ഇതോടെ ജല വൈദ്യുതി കുടിശ്ശിക ഉള്ളവർക്ക് അത് അടച്ചു തീർക്കാതെ രാജ്യത്ത് നിന്ന് പുറത്തു പോകാനാകില്ല. മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പോർട്ടൽ വഴിയും ജല വൈദ്യുത ഓഫീസുകൾ വഴിയും പേയ്മെന്റുകൾ അടയ്ക്കാവുന്നതാണ്. സാമ്പത്തിക നഷ്ടം തടയുന്നതിനും കടങ്ങൾ തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. നേരത്തെ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപായി പ്രവാസികൾ തങ്ങളുടെ ട്രാഫിക് പിഴകൾ അടയ്ക്കണമെന്ന നിയമം ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കിയിരുന്നു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും രാജ്യത്തിന്റെ കര അതിർത്തി കവാടങ്ങൾ വഴിയും യാത്ര ചെയ്യുന്ന എല്ലാ വിദേശികൾക്കും തീരുമാനം ബാധകമാണ്. നിയമലംഘനങ്ങൾ കർശനമായി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് കുവൈത്തിന്റെ പുതിയ നടപടിയെന്നാണ് സൂചന. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.